ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് സീതപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പം ഇതാണ് സീതപ്പഴം. നമ്മൾ കായംകുളക്കാരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആത്തിപ്പഴം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ. അപ്പം ഇതൊക്കെ അവിടെ പറിച്ചതിൻ്റെ ആ ഒരു പൂപ്പലും ഒക്കെയാണ് കേട്ടോ. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ വിളഞ്ഞതാണ്. അപ്പോൾ അത് പഴുക്കുന്നതിന് മുമ്പായിട്ട് പറിച്ച് വെച്ചതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ കുറച്ചുണ്ട് കേട്ടോ. അപ്പം നമുക്കതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം കേട്ടോ. കൊളസ്ട്രോൾ കുറയാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ സീതപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഇത് ഹൃദ്രോഗ സാധ്യത ഏറ്റവും അധികം കുറയ്ക്കാനുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഉയർന്ന ഫൈബർ അടങ്ങിയതിനാൽ സീതപ്പഴം വയറ് നിറഞ്ഞതായിട്ട് നമുക്ക് തോന്നിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ഫൈബറൊക്കെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറയാം. അതുപോലെ വണ്ണം കുറയ്ക്കാനും ബെസ്റ്റ് സംഭവമാണ് കേട്ടോ ഈ സീതപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയുകയും ചെയ്യും കേട്ടോ നമുക്ക്. അപ്പം നമുക്ക് വയറ് നിറഞ്ഞതായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭക്ഷണമൊന്നും അധികം കഴിക്കാറില്ല കേട്ടെ. അതുമൂലം നമ്മുടെ ശരീരഭാരം നമുക്ക് നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റും. അതായത് നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഭാരം കുറയ്ക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ സീതപ്പഴം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണെങ്കിൽ ഫൈബറും ദഹനവും മെച്ചപ്പെടുത്താനായിട്ടും അതുപോലെ തന്നെ മലബന്ധം തടയുകയും ചെയ്യാനായിട്ടും പറ്റുന്നൊരു കാര്യമാണ് ഈ സീതപ്പഴം നമ്മൾ നിത്യവും കഴിക്കുക എന്ന് പറയുന്നത് കേട്ടോ. അത് വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമാണ്. അതെല്ലാം ഈ സീതപ്പഴത്തിനകത്ത് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. പറയുന്നതല്ലാണ്. സീതപ്പഴം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം നമുക്ക് സീതപ്പഴത്തിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നോക്കിയാലോ. കണ്ട. അപ്പം എന്താ ഇങ്ങനെയാണ് നമ്മുടെ സീതപ്പഴം ഇരിക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ഇത് കാണുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് എളുപ്പമൊക്കെ വരുമെന്നൊക്കെ പറയും കേട്ടോ. ശരിയാണ് സംഭവം. കാരണം എനിക്ക് നേരത്തെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ് കേട്ടോ. പക്ഷേ പിന്നെ പിള്ളേർ തിന്നപ്പോൾ ഞാനും ഒന്ന് കഴിച്ച് നോക്കി കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്. കുഞ്ഞു മക്കൾക്ക് ഈ സീതപ്പഴത്തിനകത്തൊരു കുഞ്ഞ് അരിയുണ്ട്. അതാ ഇതുപോലെ കുഞ്ഞരിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ അത് നമ്മൾ സൂക്ഷിച്ച് കൊടുക്കണം കേട്ടോ. അല്ലാതെ നമുക്കിങ്ങനെ കൈകൊണ്ട് കുഞ്ഞു മക്കൾക്ക് ഇതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ആക്കി വായി വെച്ച് കൊടുത്താൽ മതി. നല്ല ഇതാണ് സീതപ്പഴം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കാര്യങ്ങളാണ് സീതപ്പഴം. ഇനി അതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ സീതപ്പഴം നമ്മൾ നിത്യവും കഴിക്കുമ്പോഴുണ്ടല്ലോ, വിറ്റാമിൻ സി ആയതുകൊണ്ട് തന്നെ ചർമ്മത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘടകമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചുളിവുകളെല്ലാം മാറ്റി നല്ല സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ സീതപ്പഴം എന്ന് പറയുന്നത്. ഈ സീതപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കുകയും കോശങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു ഘടകമാണ് കേട്ടോ. അപ്പം എല്ലാവരും ഈ സീതപ്പഴം കാണുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഒന്ന് മേടിച്ചൊന്ന് കഴിച്ചൊക്കെ നോക്കണം. നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം കഴിച്ച് കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പം നമ്മൾ ഇത്രയൊക്കെ സീതപ്പഴത്തിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അറിവിലേക്ക് പകർന്നു തന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം ഇതല്ലാതെ മറ്റെന്തെങ്കിലും ബെറ്ററായിട്ട് ഐഡിയകൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയുക, കമൻ്റായിട്ട് വന്ന് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യാം. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ സീതപ്പഴത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയാമെന്ന് വെച്ചാൽ അതൊന്ന് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പം എനിക്കും സീതപ്പഴം വലിയ പാടായിരുന്നു. എനിക്ക് എളുപ്പമായിരുന്നു. കാരണം എനിക്ക് കഴിക്കുമ്പോൾ എനിക്കിങ്ങനെ കിളുകളാന്ന് ഇരിക്കുന്നുണ്ട്. പക്ഷേ കഴിച്ച് നോക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ സീതപ്പഴം ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ടെറ്റ ബൈ, സി യു. പിന്നെ ഒരു വീഡിയോ പിന്നെയും കാണാം കേട്ടോ. ഓക്കെ, ബൈ, സി യു.